ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ന്യൂ ഇയർ വ്ളോഗാണ് കേട്ടോ. ഇത് എടുത്തിട്ട് കുറച്ച് നാളായി, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അനിയനും ചേട്ടനും അനിയത്തിയും കൂടി ഇന്ന് പോകുന്നത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലും ആഴിമല ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം പോയത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. ചേട്ടനും അനിയത്തിയും ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. ഞാനും അനിയനും മുമ്പ് പോയിട്ടുണ്ട്. ഞാൻ ഒരു 8ാമത്തെ തവണയാണ് തോന്നുന്നു പോകുന്നത്, കാരണം ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് ചേട്ടനും അനിയനും അനിയത്തിയും കൂടി ശിവലിംഗത്തിനകത്ത് കയറാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുറത്തിരുന്നു, കാരണം ഞാൻ ഒരിക്കൽ കയറിയിട്ടുള്ളതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അതുമാത്രമല്ല, അവർ റേറ്റും കൂട്ടിയിട്ടുണ്ട്. മുമ്പായിരുന്നെങ്കിൽ 100 രൂപയായിരുന്നു, ഇപ്പോൾ അത് 200 രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുമ്പായിരുന്നെങ്കിൽ ശിവലിംഗത്തിനകത്ത് കയറുന്ന ഏത് വഴിയാണോ അവിടെ കൂടി തന്നെ ആയിരുന്നു കേട്ടോ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശിവലിംഗത്തിനകത്തേക്ക് കയറിയിട്ട് ഹനുമാൻ്റെ അവിടെ കൂടിയാണ് തിരിച്ചിറക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗണപതിയുടെ ഒരു ക്ഷേത്രം കാണാട്ടോ. അവിടെ 32 ഗണപതി വിഗ്രഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 32 ആണെന്ന് തോന്നുന്നു. അവിടെ എല്ലാം നമ്മൾ തൊഴുമ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും കേട്ടോ. അതും കൂടാതെ തൊട്ടടുത്ത് തന്നെ സർപ്പത്തിൻ്റെ ഒരു ഇതും അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടാതെ അവിടെ അരവണയും ഉണ്ണിയപ്പവും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ശബരിമലയിലൊക്കെ കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ്. അരവണ ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം വാങ്ങി ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. അടുത്തായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആഴിമല ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ. ഞാനും അനിയത്തിയും ചേട്ടനും ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അനിയൻ 2-3 തവണ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അകത്ത് കയറിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനിതിനു മുമ്പ് കുറേ റീൽസിലൊക്കെ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ റീലൊക്കെ എങ്ങനെ അവരെടുത്തു എന്നറിയില്ല, കാരണം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ഫോട്ടോ പോലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കിലായിട്ട് കടലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള ഊണല്ല, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു അരി കൊണ്ടുള്ള ചോറ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് കൂടുതലും തമിഴ്നാട്ടുകാരാണ് കഴിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഊണെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കടൽ കാണാൻ ഇറങ്ങാമെന്ന് കരുതി. ആദ്യം തന്നെ അവിടെ നിന്ന് ഉപ്പും മുളകും ഇട്ടുള്ള മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞ് സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു. കൂടുതലും അവിടെ സായിപ്പും മാതാമ്മമാരൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അനിയത്തിയും ചേട്ടനും കൂടി ജസ്റ്റ് കടലിലൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചു. ഞാനും നിൽക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് തിര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് കാല് നനച്ചു. എനിക്ക് കടലിൽ ഇറങ്ങുന്ന ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് ഇറങ്ങി പോയില്ല. അങ്ങനെ കടലെല്ലാം കണ്ട് അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മുകളിലെത്തി. അങ്ങനെ അവിടെ നിന്നൊരു കുലുക്കി സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബൂസ്റ്റിൻ്റെ കുലുക്കി സർബത്തായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അത് കുടിക്കുന്നത്. സത്യം പറയല്ലോ, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബാക്കി ഞാൻ ചേട്ടന് കൊടുത്തു കേട്ടോ. ചേട്ടനൊന്ന് ട്രൈ ചെയ്യാൻ കുടിക്കാൻ കൊടുത്താണ്. പക്ഷേ ചേട്ടൻ അത് ഫുള്ളും കുടിച്ച് തീർത്തു. അത് കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും മാങ്ങ വാങ്ങി. കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വീണ്ടും ഒന്നുകൂടി മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് ഞാനും അനിയത്തിയും ഓരോ ചോക്ലേറ്റ് ഷാർജയും അനിയനൊരു ഫ്രൂട്ട് സർബത്തും ചേട്ടനൊരു നോർമൽ ഷാർജയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ ഷോപ്പിൽ നിന്ന് ഇത് കുടിക്കുന്നത്. മിക്കപ്പോഴും ബസ്സിൽ പോകുമ്പോൾ ഷോപ്പ് കാണാറുണ്ട്, പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ആഗ്രഹം ന്യൂ ഇയർ ആയിട്ട് നടന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. സത്യം പറയല്ലോ ഗീസ്, ഒരുപാട് നാളുകൂടിയാണ് ഇതുപോലൊരു നല്ല അടിപൊളി ഔട്ടിങ് കിട്ടുന്നത്. ഞാനായപ്പോലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് വരും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും കൂടെ ഉണ്ടാവുക. പക്ഷേ ഇത് അടിപൊളി ഔട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അങ്ങനത്തെ വീഡിയോസൊക്കെ എന്തായാലും ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആരും കമൻറ്റ് ഒന്നും ചെയ്ത് ഞാൻ കാണാറില്ല. കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.